സർ, നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് കുറേ ഏരിയാസിൽ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, എല്ലാം UPSC പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പം ആ പ്രിപ്പറേഷനിൽ തന്നെ നിൽക്കുന്നവരെ കാണുമ്പം നമുക്ക് കുറച്ച് ഭയങ്കര ബൂസ്റ്റാണ്, മോട്ടിവേറ്റഡ് ആവും സാറ് പറഞ്ഞതുപോലെ. അതേപോലെ തന്നെ ഞാൻ അവരെ കണ്ടിട്ട് പഠിക്കാതിരിക്കുന്ന സമയങ്ങളിൽ പഠിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ കുറേ പേര് പഠിക്കുന്നുണ്ടല്ലോ, ഞാൻ പഠിക്കുന്നില്ലല്ലോ എന്ന് കരുതി ആ ഫോമോയുടെ പുറത്ത് പഠിക്കുമായിരുന്നു. അതെ, CSAT-ലായിരുന്നു അത്യാവശ്യം നല്ല പ്രശ്നം പറ്റിയത്. GS-ലും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷേ എന്നാലും CSAT-നായിരുന്നു വളരെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പം എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഞാനൊരു എഞ്ചിനീയർ ആണല്ലോ, കണക്കൊക്കെ കയ്യിലുണ്ടല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ CSAT അത് വേറെ, ഇത് വേറെ. എല്ലാ ദിവസവും 50 ക്വസ്റ്റ്യൻസ്, എന്ത് സംഭവിച്ചാലും ഞാൻ 50 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യും. 50 ക്വസ്റ്റ്യൻസ് ചെയ്യും, പഠിച്ച് തീർന്നിട്ട് ആ സബ്ജക്റ്റിൻ്റെ 50 ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ലോജിക്ക് എന്താണ്, അതിൽ നിന്ന് നോട്ടൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ അതിൽ നിന്ന് ലോജിക്ക് എന്താണ്, എന്ത് ലോജിക്കിലാണ് ചെയ്തത്. ചിലപ്പം നമുക്കറിയാവുന്ന, ഇപ്പം ഹൈക്കോർട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ഞാൻ ചിലപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ എനിക്കറിയാവുന്ന ഐഡിയ ആയിട്ട് കണക്ട് ചെയ്യും. ഞാൻ നേരത്തെ റിവൈസ് ചെയ്തിരുന്നത് എൻ്റെ കയ്യിലുള്ള നോട്ട് തന്നെ വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളൊരു പാസീവ് റീഡിംഗ് മെത്തേഡായിരുന്നു. പക്ഷേ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പോഴത്തേക്ക് ഈ റീഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ മാറ്റിയിട്ട് റീകോളിംഗ് മെത്തേഡിലേക്ക് മാറി. അപ്പം സാറ് പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നു. അതായത് പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മൾ വളരെ ആ എക്സാമിനേഷൻ്റെ ആ ഇൻ്റർവ്യൂവിൻ്റെ ആ സ്ട്രെസ്സിലിരിക്കുമ്പം എത്രത്തോളം പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടോ അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ സമാധാനമായിട്ട് പറയാൻ പറ്റും എന്നുള്ളത്. അപ്പം ആ പ്രസൻസ് ഓഫ് മൈൻഡാണ് ഞാൻ ഇത്തവണ കൊണ്ടുവരാൻ നോക്കിയത്. ഇന്ന് എൻ്റെ കൂടെ ലീഡ് IAS-ൻ്റെ സക്സസ് പോഡിയത്തിലുള്ളത് ഇത്തവണ 377-ാം റാങ്ക് മേടിച്ച സ്വാതിയാണ്. സ്വാതി കഴിഞ്ഞ തവണ സർവീസ് കിട്ടിയിരുന്നു, ഇത്തവണ സർവീസ് ഇമ്പ്രൂവ് ചെയ്തിരിക്കുകയാണ്. പൊതുവിൽ സർവീസ് കിട്ടി ഇമ്പ്രൂവ് ചെയ്യുന്ന കുട്ടികളിൽ ഞാൻ എപ്പോഴും കാണുന്നൊരു കാര്യമുണ്ട്, അവർ നെവർ കോംപ്രമൈസ്. അവരുടെ ഒരു പൊട്ടൻഷ്യലിനെ കുറിച്ചൊരു ബിലീഫ് ഉണ്ടാവും, അതിനുവേണ്ടി അത് എത്തിപ്പിടിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. അത്തരത്തിലുള്ള ഒരു കാറ്റഗറിയിലുള്ളൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു സ്വാതിനെ ഞാൻ പരിചയപ്പെടുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായത്. അവസാനം സ്വാതിക്ക് റിസൾട്ടും വരികയുണ്ടായി. ഒത്തിരി സന്തോഷമുണ്ട് സ്വാതിയുടെ വിജയത്തിൽ. സ്വാതിയുടെ കഥ, സ്വാതിയുടെ പ്രിപ്പറേഷൻ്റെ ഒരു സ്റ്റോറി സ്വാതി തന്നെ പറയും. നമുക്കൊരു ഇൻട്രഡക്ഷൻ കൊടുത്ത് തന്നെ തുടങ്ങാമെന്ന് തോന്നുന്നു. എൻ്റെ പേര് സ്വാതി എസ്. ഇത്തവണത്തെ സിവിൽ സർവീസ് റാങ്ക് ലിസ്റ്റിൽ ഞാനുണ്ട്. 377 ആണ് എൻ്റെ റാങ്ക്. ലാസ്റ്റ് ഇയർ ഞാൻ ലിസ്റ്റിലുണ്ടായിരുന്നു. 827 ആയിരുന്നു കഴിഞ്ഞ കൊല്ലത്തെ റാങ്ക്. അപ്പോൾ കഴിഞ്ഞ കൊല്ലം ഞാൻ IRMS എനിക്ക് അലോട്ടായി. പിന്നെ ഞാൻ വരുന്നത് പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്, കോന്നി എന്ന് പറയുന്ന ഒരു സ്ഥലത്തു നിന്നാണ്. ഞാൻ തണ്ണിത്തോടായിരുന്നു കുറേ കാലം, ഒരു 8ാം ക്ലാസ് വരെ. പിന്നെ അത് കഴിഞ്ഞിട്ട് പഠിക്കാൻ വേണ്ടി കോന്നിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്, പഠന ആവശ്യത്തിന് വേണ്ടി കോന്നിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തതാണ്. ഓക്കെ, എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, പലപ്പോഴും റാങ്ക് കിട്ടിക്കഴിയുമ്പം ഒന്ന് കോംപ്ലസൻ്റ് ആവുക എന്നുള്ളൊരു ഫീലാണ് പലർക്കും ഉള്ളത്. എന്തുകൊണ്ട് കോംപ്ലസൻ്റ് ആയില്ല? ഈ റാങ്ക് കിട്ടിയാലും എനിക്ക് അടുത്തതിലേക്ക് പോകണം എന്ന് ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് എനിക്ക് സ്വാതിൽ പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട്. വാട്ട് മോട്ടിവേറ്റഡ് യു ടു ഗോ ബിഹൈൻഡ് ദാറ്റ് IAS? സോ ചിലപ്പം ഞാൻ സ്വപ്നം കണ്ട് തുടങ്ങിയത് അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് എന്നുള്ളതിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പം ആ സ്വപ്നത്തിൻ്റെ പിന്നിൽ ഓടുക എന്നുള്ള ലക്ഷ്യമായിരുന്നു. അങ്ങനെ സിമ്പിളായിട്ട് പറയാം. പക്ഷേ വേറൊരു കാര്യം എപ്പോഴും ഞാനിങ്ങനെ കരുതും, കുറച്ചു കാലം കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ തിരിഞ്ഞ് ചിന്തിക്കൂലേ, അതായത് ഞാൻ അന്ന് വേണ്ടതെല്ലാം ചെയ്തോ, എനിക്കൊരു ചാൻസും കൂടെ ഉണ്ടായിരുന്നില്ലേ. അപ്പം പിന്നൊരു കാലത്ത് തിരിഞ്ഞ് ചിന്തിക്കുമ്പം എനിക്കൊരു റിഗ്രറ്റ് വേണ്ടായിരുന്നു, റിഗ്രറ്റ് കൊണ്ട് ജീവിക്കണ്ടായിരുന്നു. അതുകൊണ്ട് ഒരു നല്ല റാങ്ക് ഉണ്ടാവണം, ആഗ്രഹിക്കുന്ന സർവീസ് കിട്ടണം എന്ന് കരുതി. നേരത്തെ തന്നെ സിവിൽ സർവീസിനെ കുറിച്ച് പ്ലാൻ ഉണ്ടായിരുന്നു, അതോ ഡിഗ്രി കഴിഞ്ഞിട്ട് ചിന്തിച്ചാണ് ഇതിലേക്ക് അറ്റംപ്റ്റ് ചെയ്തപ്പോഴാണ്? സർ, ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ടാണ് ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്, അറ്റംപ്റ്റ് ചെയ്യാം എന്നുള്ളത്. ഫൈനൽ ഇയറിലൊക്കെ ഇങ്ങനെ എൻ്റെ കൂടെ പഠിച്ചൊരു കുട്ടിയുണ്ട്, അനുപമ എന്ന് പറയുന്നത്. അനുപമ ആനന്ദ് ഇപ്പം ഛത്തീസ്ഗഡ് കേഡറിൽ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലുള്ളതാണ്. അപ്പം അനുപമ ഇങ്ങനെ സംസാരിക്കുമ്പം ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു സർവീസിനെ കുറിച്ചൊക്കെ. അപ്പോൾ അന്ന് വലിയ ഐഡിയ ഇല്ലായിരുന്നു. അനുപമ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതും കഴിഞ്ഞിട്ട് എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് ഒരു വർഷം ഞാനിരുന്ന് ചിന്തിച്ചു, എനിക്കിത് വേണോ വേണ്ടായോ എന്ന്. അപ്പോൾ അങ്ങനെ ചിന്തകൾ കുറേ നാളിങ്ങനെ ചിന്തിച്ച് അവസാനം പ്രിപ്പയർ ചെയ്യാം എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഞാൻ പ്രിപ്പയർ ചെയ്ത് എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് കഴിഞ്ഞ് എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിൻ്റെ പ്രിലിംസിൻ്റെ തൊട്ട് മുന്നേ ആണ് അനുപമയുടെ റിസൾട്ട് വരുന്നത്, അനുപമയ്ക്ക് സർവീസ് ഉണ്ട് എന്നുള്ളത്. അപ്പം നമ്മുടെ കൂടെ പഠിച്ച ഒരേ ക്ലാസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിക്ക് കിട്ടി എന്നുള്ളത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര മോട്ടിവേറ്റിംഗ് ഫാക്ടറും കൂടിയായിരുന്നു അത്. അപ്പോൾ പിന്നെ അങ്ങനെ അങ്ങ് ഓടി. ജോലിക്കൊന്നും നോക്കാൻ പോയില്ല? ഇല്ല സർ, ഞാൻ എന്തെങ്കിലും ജോലി കിട്ടിയാൽ ഇതുപോലെ ആ ജോലിക്ക് പോകുമെന്ന് എല്ലാവരും പറയുമല്ലോ എന്ന് കരുതി ഞാൻ പ്ലേസ്മെന്റ് സെല്ലിൽ ഒരു പ്ലേസ്മെന്റിനും പോയിട്ടില്ല, ഒരു ഇന്റർവ്യൂവിനും പോയിട്ടില്ല.
പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും അറിഞ്ഞിരുന്നോ, അതോ വീട്ടുകാർക്ക് മാത്രം, സർക്കിളിൽ മാത്രം, കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യം? വളരെ കുറച്ച് പേർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമായിരുന്നു. അപ്പോൾ പ്രിപ്പയർ ചെയ്യുന്നു എന്നുള്ളത് അച്ചാച്ചിക്ക് അറിയാം, അമ്മയ്ക്ക് അറിയാം, അനിയനറിയാം, പിന്നെ എൻ്റെ 1-2 ഫ്രണ്ട്സ്. ഈ വിരലിൽ എണ്ണാൻ പറ്റുന്ന അത്ര ആൾക്കാർക്കേ അറിയുള്ളൂ, അതിൽ കൂടുതൽ ആർക്കും അറിയില്ല. ചോദ്യങ്ങളൊക്കെ പേടിച്ചിട്ടായിരിക്കും. അപ്പോൾ റിസൾട്ട് വന്നപ്പോഴാണ് എല്ലാവരും, അതെ റിസൾട്ട് വന്നു കഴിഞ്ഞിട്ടാണ് എല്ലാവരും അറിയുന്നത്. ഓക്കെ, പ്രിപ്പയർ ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം ആദ്യം ചെയ്ത കാര്യം എന്താ? ഞാൻ ആദ്യം പ്രിപ്പറേഷന് വരാം എന്ന് തീരുമാനിച്ച് ചെയ്തത് സിലബസ് എടുത്തിട്ട് നന്നായിട്ടൊന്ന് വായിക്കുക എന്നുള്ളതായിരുന്നു. സിലബസ് എടുത്ത് നോക്കുക, എക്സാമിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഞാൻ ചെയ്തത്. അതായത് അത് കൂടുതലും ചെയ്തിരുന്നത് ടോപ്പേഴ്സ് വീഡിയോയിൽ കൂടിയാണ്. ഈ അക്ഷത് ജെയിൻ്റെ വീഡിയോ ആണ് ഞാൻ കൂടുതലും കണ്ടിട്ടുള്ളത്. അപ്പം എന്തൊക്കെ മെറ്റീരിയൽ വേണം, എന്തൊക്കെ പഠിക്കണം, എന്തൊക്കെയാണ് ഈ എക്സാമിന് ചോദിക്കുന്നത്, എന്തൊക്കെ സബ്ജക്ട്സ് വേണം. അപ്പം ഞാൻ ഇങ്ങോട്ട് ട്രിവാൻഡ്രത്തേക്ക് പ്രിപ്പറേഷന് വന്ന സമയത്ത് തന്നെ എൻ്റെ കയ്യിൽ ഈ പ്രിപ്പറേഷന് വേണ്ടുന്ന ബുക്സ് എല്ലാം ഉണ്ടായിരുന്നു. ഞാൻ എല്ലാം നോക്കി, എല്ലാം വാങ്ങിച്ച്, രാജീവ് ആഹിറും ലക്ഷ്മികാന്തും എല്ലാം വാങ്ങിച്ചിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ പ്രിലിംസിനെ കുറിച്ചൊരു തറോ ഡീറ്റെയിൽസ് ഞാനിങ്ങനെ തപ്പിയിട്ടാണ് വന്നത്. അതേപോലെ ഞാൻ എൻ്റെ ഓപ്ഷണൽ ഡിസൈഡ് ചെയ്തിട്ടാണ് ഇവിടേക്ക് വന്നത്. വന്നു കഴിഞ്ഞിട്ടുള്ള ഡിസിഷൻ ആയിരുന്നില്ല. അതിന് മുന്നേ കുറേ സെർച്ച് ചെയ്ത്, കുറേ സിലബസ് നോക്കി, അങ്ങനെ മെയിൻസിനെ കുറിച്ചും പ്രിലിംസിനെ കുറിച്ചും കൃത്യമായ ധാരണ ഉണ്ടാക്കിയിട്ടായിരുന്നു ഞാൻ വന്നത്. അപ്പോൾ ആ ധാരണ ഉണ്ടാക്കലായിരുന്നു ചെയ്തത്. വെൽ ഇൻഫോംഡ് ആയിരുന്നു ഓൾറെഡി പ്രിപ്പറേഷനിലേക്ക് വരുമ്പോൾ തന്നെ. അതെ സർ. ഇവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും ധാരണ മാറിയോ? കാരണം ഒരു ആദ്യത്തെ പ്രിലിംസ് കയറാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ലല്ലോ. ഇല്ല. അപ്പം എന്ത് തിരിച്ചറിവായിരുന്നു അത് തന്നത് പ്രിപ്പറേഷനെ കുറിച്ച്? സിസാറ്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതെ സിസാറ്റിലായിരുന്നു അത്യാവശ്യം നല്ല പ്രശ്നം പറ്റിയത്. GS-ലും ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു, പക്ഷെ എന്നാലും സിസാറ്റിനായിരുന്നു വളരെ പ്രശ്നം ഉണ്ടായിരുന്നത്. അപ്പം എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഞാനൊരു എഞ്ചിനീയർ ആണല്ലോ, കണക്കൊക്കെ കയ്യിലുണ്ടല്ലോ എന്നൊരു ചിന്ത ഉണ്ടായിരുന്നു. പക്ഷേ സിസാറ്റ് അത് വേറെ, ഇത് വേറെ എന്നുള്ളതായിരുന്നു. അപ്പോൾ സിസാറ്റിന് ഞാൻ പറയുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല ഫസ്റ്റ് അറ്റംപ്റ്റിൽ, പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റിൽ അത് കൊടുത്തു. പിന്നെ ഇവിടെ വന്ന് തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞപ്പോൾ കുറേ കൂടെ കാര്യങ്ങൾ, അവയർനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടി. അതെ ശരിക്കും അതെ. തിരുവനന്തപുരത്തേക്ക് റീലൊക്കേറ്റ് ചെയ്യുന്ന ഒരു ഡിസിഷൻ ഉണ്ടല്ലോ, അത് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തത് പ്രിപ്പറേഷന്? തിരുവനന്തപുരം ആസ് ആൻ ഇക്കോസിസ്റ്റം, ഹൗ ഇറ്റ് ഹെൽപ്പ് യു ടു കൈൻഡ് ഓഫ് ബിൽഡ് സ്റ്റാമിന ഫോർ ദിസ് പ്രിപ്പറേഷൻ? സർ, നമ്മൾ ട്രിവാൻഡ്രത്തോട്ട് വന്നു കഴിയുമ്പോൾ പ്രത്യേകിച്ച് കുറേ ഏരിയാസിൽ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും, എല്ലാം UPSC പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കും. അപ്പം ആ പ്രിപ്പറേഷനിൽ തന്നെ നിൽക്കുന്നവരെ കാണുമ്പം നമുക്ക് കുറച്ച് ഭയങ്കര ബൂസ്റ്റാണ്, മോട്ടിവേറ്റഡ് ആവും സാറ് പറഞ്ഞതുപോലെ. അതേപോലെ തന്നെ ഞാൻ അവരെ കണ്ടിട്ട് പഠിക്കാതിരിക്കുന്ന സമയങ്ങളിൽ പഠിക്കുമായിരുന്നു. എന്ന് വെച്ചാൽ കുറേ പേര് പഠിക്കുന്നുണ്ടല്ലോ, ഞാൻ പഠിക്കുന്നില്ലല്ലോ എന്ന് കരുതി ആ ഫോമോയുടെ പുറത്ത് പഠിക്കുമായിരുന്നു. അത് മാത്രമല്ല കുറേ ആൾക്കാരുടെ ഇടയിൽ ഇപ്പം എനിക്കറിയാവുന്ന ആർക്കും കിട്ടിയിട്ടില്ല സാർ ഇതുവരെ സിവിൽ സർവീസ്. അപ്പം ഇവിടെ പ്രിപ്പറേഷൻ വന്നപ്പം എൻ്റെ ഫസ്റ്റ് മെൻറ്റർ ഇതുപോലെ അഖിൽ വി മേനൻ സാറായിരുന്നു. അപ്പോൾ സാറിന് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയി. കാരണം മെൻറ്ററിന് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര വലിയ കാര്യമാണല്ലോ. അപ്പം അങ്ങനെ കിട്ടിയ ഒരു കോൺഫിഡൻസും ഒക്കെ എനിക്ക് ഇവിടുന്ന് ഈ എക്കോസിസ്റ്റം തന്നിട്ടുണ്ട്. അത് മാത്രമല്ല, ഇവിടെ നേരത്തെ ഞാൻ വീട്ടിലിരുന്ന് ഒറ്റയ്ക്കിരുന്ന് പഠിക്കുന്ന ആൾക്കാരിൽ ഒരാളായിരുന്നു. അതായത് ഒറ്റയ്ക്കിരുന്ന് ഒച്ചത്തിൽ വായിച്ച് പഠിക്കുന്ന ആൾക്കാരിൽ ഒരാളായിരുന്നു. ഇവിടെ വന്നിട്ട് ഈ എക്കോസിസ്റ്റത്തിൽ ഇരുന്നിട്ടാണ് കുറേ ആൾക്കാരുടെ കൂടിരുന്ന് പഠിക്കാനും, ഒരു ടീമിൽ ഇരുന്ന് പഠിക്കാനും, ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ. അങ്ങനെ ചില ആൾക്കാരുടെ ലോജിക്കില്ലേ, പ്രിലിംസിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ സാറിൻ്റെ ലോജിക്ക് വേറെ ആയിരിക്കും, ആൻസറിലേക്ക് എത്തുന്നത് എൻ്റേത് വേറെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്ത ലോജിക്ക് കിട്ടുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന്. ഈ എക്കോസിസ്റ്റത്തിൽ നിന്ന് അത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പിയർ ഗ്രൂപ്പ് എനിക്ക് തോന്നുന്നു സ്വാധീനിക്കുന്നുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ പിയർ ഗ്രൂപ്പ് ഡിസ്കഷൻസ് പ്രിലിംസിനും മെയിൻസിനും ഇൻ്റർവ്യൂവിനും ഉണ്ടായിരുന്നോ? സീരിയസ് ആയിട്ടുള്ള അക്കാഡമിക് ഡിസിഷൻ, ഓർ ഈസ് ഇറ്റ് ജസ്റ്റ് കൺഫൈൻഡ് ടു പ്രിലിംസ് ലോജിക് ഡിസ്കഷൻ ഓർ ഇൻ്റർവ്യൂ മാത്രമായിട്ട്? എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ പ്രിലിംസിന് ഞാൻ വേറെ ഒരാളുമായിട്ട് ലോജിക്ക് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റിലൊക്കെ പ്രിലിംസിനും മെയിൻസിനും ഒക്കെ ഞാൻ തന്നെയായിരുന്നു പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മെൻറ്റേഴ്സ് ഉണ്ടായിരുന്നു, മെൻറ്റേഴ്സായിരുന്നു എനിക്ക് ഹെൽപ്പ് ചെയ്തിരുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് എഴുതിയിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുന്നതും ഒക്കെ മെൻറ്റേഴ്സുമായിട്ട് ഞാൻ വളരെ കോണ്ടാക്ട് വെച്ചിരുന്നു. പക്ഷേ കഴിഞ്ഞ ഇൻ്റർവ്യൂവിൻ്റെ സമയത്താണ് എനിക്കൊരു അടിപൊളി പിയർ ഗ്രൂപ്പ് കിട്ടുന്നത്. അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ച് എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആ പിയർ ഗ്രൂപ്പിലുള്ള പലരും ഇപ്പോൾ സർവീസിലുണ്ട്. വളരെ നല്ല പിയർ ഗ്രൂപ്പ് എനിക്ക് കഴിഞ്ഞ തവണ ഇൻ്റർവ്യൂവിന് കിട്ടി. അപ്പം അത് ഈ തവണത്തെ അറ്റംപ്റ്റിൽ അത് മെയിൻറ്റെയിൻ ചെയ്തിരുന്നു. അതെ സോണറ്റ്, ഊർമിള, പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഗ്രാജുവലി ജോയിൻ ദ സർവീസ്. ഈ പ്രിപ്പറേഷൻ തുടങ്ങിയപ്പം ആദ്യം ചെയ്തത് NCERT വായിക്കുക എന്ന് പറയുന്നൊരു പ്രോസസ്സാണ്. അതെ സർ, ഞാൻ NCERT വായിച്ച് തുടങ്ങുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഞാൻ 6th മുതലുള്ള എല്ലാ NCERTസും വായിച്ചിട്ടുണ്ട്, താരമായിട്ട് വായിച്ചിട്ടുണ്ട്. ഒന്നോ രണ്ടോ അതിൽ കൂടുതൽ തവണയോ ഞാൻ വായിച്ചിട്ടുണ്ട്. അതേപോലെ 11th-ൻ്റെയും 12th-ൻ്റെയും NCERTs
പലതവണ വായിച്ചിട്ടുണ്ട്. എൻ്റെ ഇന്ത്യൻ ജോഗ്രഫിയുടെ ബേസിക് മെറ്റീരിയൽസിൽ ഒരെണ്ണം 11th ജോഗ്രഫി NCERT തന്നെയായിരുന്നു. അപ്പോൾ നോട്ട് ഉണ്ടാക്കുമായിരുന്നു, അത് ജസ്റ്റ് വായിച്ച് പരിചയത്തിന് വേണ്ടി വായിച്ചു പോകുന്നത്? ഇല്ല സർ, ഞാൻ നോട്ട് ഉണ്ടാക്കാറില്ലായിരുന്നു, പരിചയത്തിന് വേണ്ടി വായിച്ചു പോകുമായിരുന്നു. പിന്നെ ചില പോയിന്റ്സ് പക്ഷേ നോട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അത് ഞാൻ ചെയ്തിരുന്നത് പക്ഷേ ഇന്ത്യൻ പൊളിറ്റിയിലായിരുന്നു. ഇന്ത്യൻ പൊളിറ്റിയുടെ NCERT-ന്ന് അത്യാവശ്യം വേണ്ട പോയിന്റ്സ് ഞാൻ നോട്ട് ഡൗൺ ചെയ്ത് വെക്കുമായിരുന്നു. ഓക്കെ. അതോടൊപ്പം തന്നെ ഈ പ്രിലിംസിൻ്റെ ഒരു സ്ട്രാറ്റജി ആദ്യത്തെ തവണ പരാജയപ്പെട്ടു, അത് CSAT-ലാന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻ്റ് ആയിട്ടൊരു നല്ല റെക്കോർഡ് GS പ്രിലിംസിലുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് വർക്കൗട്ട് ചെയ്തത്? സർ, എൻ്റെ രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഞാൻ എന്നെ തന്നെ മൊത്തത്തിൽ അഴിച്ചു പണിത ഒരു അറ്റംപ്റ്റ് ആയിരുന്നു പ്രിലിംസ് എന്ന് പറയുന്നത്. ഞാൻ ജനുവരി തൊട്ടാണ് ശരിക്കും പ്രിലിംസ് ഫോക്കസ്ഡ് ആയിട്ട് രണ്ടാമത്തെ അറ്റംപ്റ്റിൽ ഇരുന്നത്. അപ്പോൾ എല്ലാ ദിവസവും 50 ക്വസ്റ്റ്യൻസ്, എന്ത് സംഭവിച്ചാലും ഞാൻ 50 ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ചെയ്യും. 50 ക്വസ്റ്റ്യൻസ് ചെയ്യും, പഠിച്ച് തീർന്നിട്ട് ആ സബ്ജക്റ്റിൻ്റെ 50 ക്വസ്റ്റ്യൻ ചെയ്യുമ്പം ലോജിക്ക് എന്താണ്, അതിൽ നിന്ന് നോട്ടൊന്നും ഉണ്ടാക്കാറില്ല. പക്ഷേ അതിൽ നിന്ന് ലോജിക്ക് എന്താണ്, എന്ത് ലോജിക്കിലാണ് ചെയ്തത്. ചിലപ്പം നമുക്കറിയാവുന്ന ഇപ്പം ഹൈക്കോർട്ടിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ അതിന് ഞാൻ ചിലപ്പോൾ സുപ്രീം കോർട്ടിൻ്റെ എനിക്കറിയാവുന്ന ഐഡിയ ആയിട്ട് കണക്ട് ചെയ്യും. അപ്പം ഞാനത് വരച്ചു വെക്കും, ഇന്ന മാപ്പ് ചെയ്തിട്ടാണ്, ഇന്ന ബ്രെയിൻ മാപ്പാണ് ഞാൻ ചെയ്തത്, അതുകൊണ്ടത് ശരിയായി. ചിലപ്പോൾ തെറ്റുമ്പം ഞാൻ അതും മാർക്ക് ചെയ്ത് വെക്കും, ഇങ്ങനെയാണ് അത് തെറ്റിപ്പോയത് എന്നുള്ളത് അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുമായിരുന്നു. അങ്ങനെയാണത് ചെയ്തിരുന്നത്. പിന്നെ രണ്ടാമതൊരു ചേഞ്ച് കൊണ്ടുവന്നത് റിവിഷൻ മെത്തേഡിലായിരുന്നു. ഞാൻ നേരത്തെ റിവൈസ് ചെയ്തിരുന്നത് എൻ്റെ കയ്യിലുള്ള നോട്ട് തന്നെ വീണ്ടും വീണ്ടും വായിക്കുക എന്നുള്ളൊരു പാസീവ് റീഡിങ് മെത്തേഡായിരുന്നു. പക്ഷേ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റ് വന്നപ്പോഴത്തേക്ക് ഈ റീഡിങ് മെത്തേഡ് എന്ന് പറയുന്നത് ഞാൻ മാറ്റിയിട്ട് റീകോളിംഗ് മെത്തേഡിലേക്ക് മാറി. അതായത് ഇപ്പം ഒരു ടോപ്പിക് എടുക്കുവാണെങ്കിൽ അത് ഞാൻ ഒരിക്കൽ പഠിച്ചിട്ടുണ്ടാവുമല്ലോ, ആ ടോപ്പിക്ക് രണ്ടാമത് എടുത്തിട്ട് ഞാനിങ്ങനെ അതിൽ എനിക്കറിയാവുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ട് എന്നിങ്ങനെ ബ്രെയിൻ സ്റ്റോം ചെയ്ത് നോക്കും. ചിലപ്പോൾ എഴുതി നോക്കുമ്പോൾ ചില പോയിന്റ്സ് ഞാൻ മിസ് ഔട്ട് ചെയ്യും. അപ്പോൾ ഞാൻ ഒന്നും കൂടെ ഓടെ വായിച്ചിട്ട് ഓക്കെ ഇന്ന പോയിന്റ്സ് ഞാൻ മിസ് ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഒന്നും കൂടി റെയിൻഫോഴ്സ് ചെയ്ത് പോവും. അങ്ങനെ ഒരു ആക്റ്റീവ് റീകോൾ മെത്തേഡായിരുന്നു രണ്ടാമത്തെ തവണ. നമ്മൾ കുട്ടികളെ മെൻറ്റർ ചെയ്യുന്നുണ്ട്, നമുക്കറിയാം. പലർക്കും ഈ ലോജിക്കലി പഠിക്കണം, ലോജിക്കലി സോൾവ് ചെയ്യണം എന്ന് പറയുമ്പോഴും അവർക്കത് പെട്ടെന്ന് ഉൾക്കൊള്ളാനോ അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനോ പറ്റാറില്ല. അപ്പം സ്വാതിയുടെ കാര്യത്തിൽ അങ്ങനെ ലോജിക്കലി തന്നെയാണ് ഓൾറെഡി പഠിച്ചത്, അത് ഈ ഒരു രീതിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നു? അത് നാച്ചുറലി അങ്ങനെ തന്നെ ചെയ്തു പോകുന്ന ഒരാളായിരുന്നു? കാരണം പല കുട്ടികൾക്കും അത് പ്രയാസമുള്ള കാര്യം ലോജിക്കലി സോൾവ് ചെയ്യുക എന്നുള്ളത്. അതിനുവേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഒരു പെർസ്പെക്റ്റീവ് ചേഞ്ച് സ്വാതി കൊണ്ടുവന്നിട്ടുണ്ടോ? സർ, ഞാൻ ലോജിക്കലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു കോമൺ സെൻസിക്കലി ചില സാധനങ്ങൾ വർക്ക് ആവുമല്ലോ. ചില സാധനങ്ങൾ നമ്മൾ കോമൺ സെൻസ് യൂസ് ചെയ്യുമ്പം അങ്ങനെ ആവില്ല എന്ന് നമുക്ക് കൃത്യമായി നമ്മുടെ മനസ്സിനൊരു ബോധ്യം ഉണ്ടാവും. അപ്പോൾ ഞാൻ ചെയ്തത് എല്ലാ ക്വസ്റ്റ്യനെയും സാധാരണക്കാരൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് മനസ്സിലാക്കുക എന്നുള്ളതാണ്. എൻ്റെ അടുത്ത് ആരോ പറഞ്ഞിട്ടുണ്ട് ഈ എക്സാം ഒരു സാധാരണക്കാരന് പാസ്സാവാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലാതെ ഒന്നുമല്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഇതുപോലെ ഞാൻ ഈ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുത്തിട്ട് ഇങ്ങനെ പറയും, ഇതിങ്ങനെയാണല്ലോ. അപ്പോൾ വീട്ടിലുള്ള എൻ്റെ അച്ഛനോ അമ്മയോ പറയുന്ന ലോജിക്ക് വളരെ കറക്റ്റ് ആയിരിക്കും, ഇതിങ്ങനെ വരത്തില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ അന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് ഒരു സാധാരണക്കാരൻ്റെ ലോജിക്കിൽ നിന്നാണ് ഈ പരീക്ഷ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്. അതായത് കോമൺ സെൻസ്, സിമ്പിൾ കോമൺ സെൻസ്, നമ്മൾ കാണുന്ന കാര്യങ്ങളെ റിലേറ്റ് ചെയ്യുന്നത്. അതായത് ഇങ്ങനെ നടക്കാൻ സാധ്യത വളരെ കുറവാണ്, അപ്പോൾ പിന്നെ ഈ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റായിരിക്കും എന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ ഇപ്പം സയൻസ് ആൻഡ് ടെക്കിൻ്റെ ക്വസ്റ്റ്യൻസിൽ അത് വളരെ ആപ്ലിക്കബിളാണ്. ഓക്കെ, ഇങ്ങനൊരു പോസിബിലിറ്റി ഉണ്ട് സയൻസ് ആൻഡ് ടെക്കിൽ, ഇനിയും ഇങ്ങനൊരു ആപ്ലിക്കേഷൻ വരുന്ന കാലത്ത് വരാം. അത് ഒരു ലോജിക്കലി നമ്മൾ ചിന്തിക്കുന്നതാണല്ലോ. അങ്ങനത്തെ ലോജിക്സ് ആയിരുന്നു ഞാൻ കൂടുതൽ യൂസ് ചെയ്തിരുന്നത്. കോമൺ സെൻസ്, അതേപോലെ തന്നെ ഗവൺമെൻറ് പെർസ്പെക്റ്റീവ് എന്ന് എന്തായിരിക്കും, ഈ പോളിസി ഗവൺമെൻറ് പെർസ്പെക്റ്റീവിൽ ഇങ്ങനെ ആയിരിക്കുമോ, പീപ്പിളുടെ പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പം ഈ പോളിസി നല്ലതായിരിക്കുമോ, അങ്ങനെയുള്ള ചിന്തകളായിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത് അഗ്രികൾച്ചറിൻ്റെ പ്രിലിംസ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ കൂടുതലും ഈ ഗവൺമെൻറ് പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ അഗ്രികൾച്ചറൽ പീപ്പിൾ, സാധാരണ പെസൻസിൻ്റെ പെർസ്പെക്റ്റീവ് നിന്ന് ചിന്തിക്കുക എന്നുള്ളത്. അപ്പം ഓരോരുത്തരുടെയും ഷൂസിൽ നിന്ന് ചിന്തിക്കുമ്പം ഓരോ ക്വസ്റ്റ്യൻസ് അങ്ങനെ കിട്ടും. ഓരോ സബ്ജക്റ്റിനും ഓരോ കൈൻഡ് ഓഫ് ലോജിക്. മനസ്സിലായി. അതോടൊപ്പം തന്നെ പഠിച്ചു തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്ത് തുടങ്ങിയിരുന്നു. കാരണം ഈ ഒരു മെത്തേഡ് അനുസരിച്ചിട്ട് നമുക്കൊരു പഠനത്തിൻ്റെ ഒരു ആവശ്യമില്ല, തുടക്കം തന്നെ നമുക്ക് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാം. സോ എപ്പോഴും തൊട്ടാണ് ഈ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തുടങ്ങിയത്, ശരിക്കും പറഞ്ഞാൽ പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് തുടങ്ങിയത്? ഞാൻ ശരിക്കും എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ അത്യാവശ്യം ക്വസ്റ്റ്യൻസ് ചെയ്തിരുന്നു. പക്ഷേ സെക്കൻഡ് അറ്റംപ്റ്റിൽ ചെയ്ത പോലെ വളരെ ഡിവോട്ടഡ് ആയിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല. പക്ഷേ എല്ലാ വീക്കിലും ഒരു ടെസ്റ്റ് എടുക്കുക എന്നുള്ളതായിരുന്നു ഫസ്റ്റ് അറ്റംപ്റ്റിൽ. സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസിലൂടെ എല്ലാം വീണ്ടും റിവിഷൻ്റെ സമയത്ത്, ലാസ്റ്റ് 2 months റിവിഷൻ്റെ സമയത്ത് പോകാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു? ഞാൻ ചില ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സെലക്ട് ചെയ്ത് വെക്കാറുണ്ട്. അപ്പം അങ്ങനെ സെലക്ട് ചെയ്ത് വെച്ചതിലൂടെ മാത്രമേ ഞാൻ പോകാറുണ്ടായിരുന്നുള്ളൂ. അല്ലാതെ ഈ നോട്ട് എഴുതിയാൽ എനിക്ക് തന്നെ ഒരു ബേർഡനായിട്ട് തോന്നാറുണ്ട്. അപ്പോൾ ലോജിക്ക് മാത്രം നോക്കി പോവാം
എന്നുള്ളതാണ്. അപ്പോൾ ലോജിക്കുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക എന്നുള്ളതായിരുന്നു. കണ്ടന്റ് മാത്രമുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞാൻ അങ്ങനെ കൂടുതൽ ഫോളോ ചെയ്തിരുന്നില്ല സർ. നമുക്ക് മെയിൻസിലേക്ക് വരാം. മെയിൻസിന് എങ്ങനെയായിരുന്നു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി? സിലബസ് മൊത്തം പഠിച്ച് അതിൻ്റെ നോട്ട് മുഴുവൻ പ്രത്യേകം പ്രിപ്പയർ ചെയ്ത് പിന്നെ അതുപോലെ തന്നെ ടെസ്റ്റ് സീരീസിൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്ത് ഇതാണ് നോർമൽ മെത്തേഡ്. ഇത് തന്നെയാണോ ഫോളോ ചെയ്തിരുന്നത്? അതെ സർ, ഞാൻ മെയിൻസിൻ്റെ കാര്യത്തിലും ഇതേ മെത്തേഡ് തന്നെയായിരുന്നു. ഞാൻ നോട്ട്സ് ആക്കിയിരുന്നു, പിന്നെ ക്വസ്റ്റ്യൻസ് ബ്രെയിൻ സ്റ്റോം ചെയ്യുമായിരുന്നു. അതായത് ഞാൻ എഴുതാനുള്ള സമയം കിട്ടിയില്ലെങ്കിൽ പോലും എഴുതി നോക്കുമായിരുന്നു, പക്ഷേ എഴുതുന്നതിലും കൂടുതൽ ബ്രെയിൻ സ്റ്റോം ചെയ്യുമായിരുന്നു. പിന്നെ അതല്ലാതെ ഞാൻ ചെയ്ത കാര്യം ടോപ്പേഴ്സിൻ്റെ ആൻസർ കോപ്പീസ് എടുത്തിട്ട് അവരെങ്ങനെയാണ് അത് എഴുതിയിരിക്കുന്നത് എന്നുള്ള പ്രസൻറ്റേഷൻ ഇമ്പ്രൂവ് ആക്കാനുള്ളത് ആലോചിക്കുമായിരുന്നു. പിന്നെ നോട്ട്സിൻ്റെ കാര്യത്തിൽ ഞാൻ എക്സ്ട്രാ ഒരു കാര്യം ചെയ്തത് മറ്റേ എല്ലാ സാധനത്തിൻ്റെയും കീവേഡ്സ് മാത്രമുള്ളൊരു നോട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ജസ്റ്റ് കീവേഡ്സ് മാത്രം. അപ്പം എല്ലാ സബ്ജക്റ്റിനും ഇപ്പോൾ GS 1-നാണെങ്കിൽ എനിക്കൊരു 60 പേജുള്ള ഒരു കുഞ്ഞു ബുക്കുണ്ട്. അതിൽ കുഞ്ഞതായിട്ട് എഴുതിയേക്കുന്ന കുറേ കീവേഡ്സും ചില ഫിഗേഴ്സും അങ്ങനത്തെ സാധനങ്ങൾ മാത്രമുള്ള. ഇതിലൊക്കെ എങ്ങനെ കറണ്ട് അഫയേഴ്സിൽ പഠിക്കുന്ന കണ്ടന്റ് ഇന്റഗ്രേറ്റ് ചെയ്തിരുന്നത്? അത് ഇപ്പം മെയിൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ സർ ഞാനത് ചെയ്തിരുന്നത് സിലബസ് നോക്കി ആ സിലബസിന് ഉള്ള കറണ്ട് അഫയേഴ്സ് ആണെങ്കിൽ അത് ആഡ് ചെയ്ത് പോകും. ഇപ്പം എക്സാമ്പിൾസ് ആണെങ്കിലും കേസ് സ്റ്റഡീസ് ഒക്കെ ആണെങ്കിലും കറണ്ട് അഫയേഴ്സിൽ വന്ന ഒരു സാധനം ഞാനിങ്ങനെ ആഡ് ചെയ്ത് അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അത്രയുമേ ചെയ്തിരുന്നുള്ളൂ. അല്ലാതെ കംപ്ലീറ്റ്ലി കറണ്ട് അഫയേഴ്സ് മാത്രമായിട്ടൊരു ഉണ്ടായിരുന്നില്ല. ന്യൂസ് പേപ്പർ ആണോ കമ്പൈലേഷൻ ആണോ റിലേ ചെയ്തത്? ഞാൻ രണ്ടും റിലേ ചെയ്തിട്ടുണ്ട്. ഞാൻ ന്യൂസ് പേപ്പർ നോക്കിയിട്ടുണ്ട്, പക്ഷേ പ്രിലിംസിൻ്റെ സമയത്താണെങ്കിൽ അവസാനത്തെ ഭാഗമായപ്പോഴത്തേക്ക് ഞാൻ ന്യൂസ് പേപ്പർ വായിക്കുന്നത് അവസാനത്തെ 2 മാസം ആയപ്പോഴത്തേക്ക് അത്ര വായിച്ചിരുന്നില്ല. പക്ഷേ ജിസ്റ്റ് നോക്കിയിരുന്നു. മെയിൻസിൻ്റെ സമയത്ത് ന്യൂസ് പേപ്പർ വായിച്ചിരുന്നു, പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ എന്തെങ്കിലും ഇപ്പം ഇന്ത്യൻ സൊസൈറ്റിയുടെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അങ്ങനെ സ്പെസിഫിക്കലി ഇതുപോലെ കമ്പൈലേഷൻസ് ഉണ്ടാവുമല്ലോ. ഇപ്പം വിഷൻ്റെ ഒക്കെ ആണെങ്കിലും കമ്പൈലേഷൻസ് ഉണ്ടല്ലോ. അപ്പോൾ ആ കമ്പൈലേഷൻസ് വേണ്ട പോയിന്റ്സ് പിക്ക് ചെയ്യുമായിരുന്നു. അങ്ങനെയായിരുന്നു ചെയ്തിരുന്നത്. രണ്ടിൻ്റെ ഒരു മിക്സ് ആയിരുന്നു. ഒരു നല്ല ആൻസറിന് വേണ്ടുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു 3 കാര്യങ്ങൾ എന്തൊക്കെയാണ് സ്വാതിയെ സംബന്ധിച്ചിടത്തോളം? സർ, എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാ പാർട്സും ക്വസ്റ്റ്യൻ്റെ എല്ലാ പാർട്സും അഡ്രസ്സ് ചെയ്തിരിക്കണം. അത് ഒന്നാമത്തെ കാര്യം, മസ്റ്റ് കാര്യമാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മൾ കൊടുക്കുന്ന എല്ലാ പോയിന്റ്സിനെയും നമ്മൾ കൊടുക്കുന്ന എല്ലാ ആർഗ്യുമെൻസിനെയും സസ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ബാക്ക് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഡേറ്റ അല്ലെങ്കിൽ എക്സാമ്പിൾസ് നമ്മുടെ കയ്യിൽ കാണണം. അതായത് ചുമ്മാതെ ഒരു ആർഗ്യുമെൻ്റ് പറയാതെ ഇങ്ങനെയാണ് എന്നുള്ള ഒരു എക്സാമ്പിൾ കാണിക്കാൻ പറ്റുന്ന ഒരു സാധനം ഉണ്ടാവണം. പിന്നെ മൂന്നാമത്തെ കാര്യം ഇൻട്രൊഡക്ഷനും കൺക്ലൂഷനും അത്യാവശ്യം ഡീസൻറ്റ് ഇൻട്രൊഡക്ഷൻസ് ആൻഡ് കൺക്ലൂഷൻസ് ആയിരിക്കണം. പിന്നെ നാലാമത്തെ കാര്യം എനിക്ക് തോന്നുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയിട്ടുള്ള കാര്യം പ്രസൻറ്റേഷനാണ്. അതായത് ഒരു ആൻസർ നമ്മൾ എഴുതുന്നത് എല്ലാവരും ഒരേ കണ്ടന്റ് തന്നെ ആയിരിക്കും സാർ ഇവിടെ എഴുതുന്നത്, എല്ലാവരും ഒരേ കീവേഡ്സ് തന്നെ ആയിരിക്കും. പക്ഷേ ഡിഫറൻസ് വരുന്നത് അത് എങ്ങനെ അത് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളതിലാണ്. അതായത് ചിലപ്പം 2 കാര്യങ്ങളെ കമ്പയർ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 ബോക്സ് വെച്ചിട്ട് അത് വരച്ച് നല്ല ഭംഗിയിൽ ചെയ്യാൻ പറ്റും. ചിലപ്പം അതൊരു മാപ്പായിട്ട് വരയ്ക്കാൻ പറ്റും, ചിലപ്പോൾ അതൊരു സ്പൈഡർ ഡയഗ്രാം ആയിട്ട് വരയ്ക്കാൻ പറ്റും, ഫ്ലോ ചാർട്ടായിട്ട് വരയ്ക്കാൻ പറ്റും. നമ്മുടെ ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്യുന്ന ആളുടെ പണി ഈസി ആക്കി കൊടുക്കുന്ന ഒരു പ്രസൻറ്റേഷൻ. ഇതിൽ ഇൻട്രഡക്ഷനും കൺക്ലൂഷനും കാര്യം പറഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്. അപ്പം ഓരോ ഏരിയയിലും ചോദ്യങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ കണ്ടന്റ് പ്രിപ്പയർ ചെയ്യുമ്പം നമ്മൾ മനസ്സിലിങ്ങനെ വിചാരിക്കും ഇതിനിങ്ങനെ ഈ ഒരു ഇൻട്രഡക്ഷൻ സെറ്റ് ചെയ്യാം, ഈ കൺക്ലൂഷൻ സെറ്റ് ചെയ്യാം. ആ രീതിയിലാണ് ഇൻട്രഡക്ഷനും കൺക്ലൂഷനും പഠിച്ചത്. അതോ നാച്ചുറലായിട്ട് നമ്മൾ എഴുതുമ്പോൾ തന്നെ കുറച്ചൊന്ന് എംഫസൈസ് ചെയ്താൽ മതി, ഒരു പ്രീ പ്രിപ്പറേഷൻ ആവശ്യമില്ല എന്നുണ്ടോ? ഞാൻ ചില സാധനങ്ങളിൽ അങ്ങനെ ഇൻട്രൊഡക്ഷൻസ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് ചിലതിൽ നല്ല ഇൻട്രൊഡക്ഷൻസ്, ഫോർ ഇൻസ്റ്റൻസ് ഇന്ത്യൻ സൊസൈറ്റിയുടെ കാര്യത്തിലാണെങ്കിൽ തുടങ്ങുന്നതിൽ നല്ല ഡേറ്റ ഇട്ടിട്ട് തുടങ്ങും. അതായത് ചോദിച്ചേക്കുന്ന സാധനം ഇപ്പം വിമൻ്റെ സ്റ്റാറ്റസിനെ കുറിച്ചാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ ഇപ്പോഴത്തെ വിമൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്ന് കാണിക്കാൻ പറ്റുന്ന ഒരു ഡേറ്റയിൽ ഞാൻ തുടങ്ങുമായിരുന്നു. അപ്പോൾ ആ ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യനെ അത് ശരിയാണ് എന്ന് എഴുതി കാണിക്കാൻ പറ്റുന്ന ഒരു സാധനത്തിൽ തുടങ്ങുമായിരുന്നു. പക്ഷെ അങ്ങനെ അല്ലാത്ത ചില സാധനങ്ങളും ഉണ്ട്. ഇപ്പം എത്തിക്സിൻ്റെ കാര്യത്തിൽ ഞാൻ അങ്ങനെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഇൻട്രൊഡക്ഷൻസ് ഉണ്ടായിരുന്നു. ചില സാധനങ്ങളിൽ ഇമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ക്വസ്റ്റ്യൻ വന്നാൽ ഇന്ന കോട്ട് എഴുതണം എന്നുള്ളതൊക്കെ ഞാൻ കരുതി വെച്ചിരുന്നു. പക്ഷേ അല്ലാത്ത ചില സബ്ജക്ട്സിൽ ഞാൻ ഇപ്പം ഹിസ്റ്ററിയിലൊക്കെ ഞാൻ ഇപ്പം അപ്പോൾ തോന്നുന്ന നല്ലൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ നല്ലൊരു കൺക്ലൂഷൻ അങ്ങനെ എഴുതാറുണ്ടായിരുന്നു. മെയിൻസിൽ പ്രാക്ടീസിൻ്റെ ഒരു തോത് എങ്ങനെയായിരുന്നു? എല്ലാ ദിവസവും 5 ചോദ്യം 10 ചോദ്യം അങ്ങനെ ഒരു കണക്ക് വെച്ചിട്ടാണോ പ്രിലിംസ് ടു മെയിൻസ് ആ പീരീഡ് എങ്ങനെ സ്പെൻഡ് ചെയ്തത്? സർ, ആ ഒരു 3 മാസത്തിൽ ഞാൻ ചെയ്തിരുന്നത് ഞാൻ 5 ക്വസ്റ്റ്യൻ ഒന്നും എഴുതിയിരുന്നില്ല, 2 ക്വസ്റ്റ്യനൊക്കെ എഴുതുമായിരുന്നു. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2-3 ക്വസ്റ്റ്യൻ ബ്രെയിൻ സ്റ്റോം ചെയ്യുമായിരുന്നു. അതേപോലെ ChatGPT-യിൽ ഇട്ട് കൊടുക്കുമായിരുന്നു. പിന്നെ മലയാളത്തിൻ്റെ ആൻസേഴ്സ് സ്ഥിരം എഴുതുമായിരുന്നു എന്നും. മലയാളത്തിൻ്റെ ഒരു ക്വസ്റ്റ്യൻ
അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ, ഒരു ഫസ്റ്റ് പേപ്പറിൻ്റെയും ഒരു സെക്കൻഡ് പേപ്പറിൻ്റെയും വീതം എഴുതുമായിരുന്നു. പഠിച്ച് തീരുന്ന പോലെ എഴുതിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു മലയാളം. മലയാളമായിരുന്നല്ലോ ഓപ്ഷൻ അല്ലേ? അതെ സർ. അപ്പോൾ എന്തുകൊണ്ട് അത് പിക്ക് ചെയ്ത് മലയാളം ഓപ്ഷൻ? സർ ഞാൻ അത്യാവശ്യം വായിക്കുമായിരുന്നു, നേരത്തെ വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ എഞ്ചിനീയറിങ്ങിന് പോയപ്പോഴൊന്നും അത് അത്രയ്ക്ക് ഇങ്ങോട്ട് കൂടെ കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. പക്ഷെ എന്നാലും കുറച്ച് ഫോളോ ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു ഫെമിലാരിറ്റി, പിന്നെ എനിക്ക് മലയാളം ഭയങ്കര ഇഷ്ടമാണ്, പറയാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മലയാളം. നമ്മുടെ മാതൃഭാഷയിൽ സംസാരിക്കുമ്പോൾ അത് വേറൊരു ഫീലാണല്ലോ. അപ്പം അത് മാത്രമല്ല, പിന്നെ കുറച്ച് ഈ GS ഒക്കെ പഠിച്ച് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് സമാധാനമായിട്ട് പഠിക്കുന്ന, അത് എല്ലാവരുടെയും മലയാളം എടുത്ത എല്ലാവരുടെയും മറുപടി അതായിരിക്കും കേട്ടോ. ലിറ്ററേച്ചർ എടുത്ത എല്ലാവരുടെയും അഭിപ്രായം തന്നെയായിരിക്കും. ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് ഇതേ അഭിപ്രായം തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് ബോറടിക്കുമ്പോൾ നമുക്കൊരു നോവൽ വായിക്കാം. സെക്കൻഡ് പേപ്പറിൽ ഒരുപാട് ബുക്കുകൾ ഉണ്ടല്ലോ, അതിൽ ഏറ്റവും ഫേവറേറ്റ് ഏത്? അങ്ങനെ ഒരു ഫേവറേറ്റ് ചോദിക്കുകയാണെങ്കിൽ ചെമ്മീനായിരിക്കും. ചെമ്മീനായിരിക്കും. ഒരു സ്ത്രീ അനുഭവിക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും അവരെ കടമകൾ അവരെ ഇങ്ങനെ കെട്ടിപ്പടുത്തി ഇട്ടേക്കുന്ന കുറേ കാര്യങ്ങൾ, പിന്നെ കുറേ സമുദായത്തെക്കുറിച്ചും ആ ഒരു ജീവിക്കുന്ന ചുറ്റുപാടുകളെക്കുറിച്ചും ഒക്കെ കൃത്യമായിട്ട് ഒരു ധാരണ തരുന്ന, കടപ്പുറങ്ങളെക്കുറിച്ചും ഒക്കെ ഒരു ധാരണ തരുന്ന ഒരു ബുക്കാണ് ചെമ്മീൻ. അപ്പം അതായിരിക്കും ഫേവറേറ്റ്. ഇനി ഫൈനൽ സ്റ്റേജിലേക്ക് വരാം. ഇൻ്റർവ്യൂ കഴിഞ്ഞ ഇൻ്റർവ്യൂവിനേക്കാളും ഇത്തവണ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ് ഓൾസോ ഇൻ്റർവ്യൂ ഭയങ്കര നേരത്തെ ആയിരുന്നു, നമുക്കധികം സമയം കിട്ടിയില്ല പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എങ്ങനെയാണ് കഴിഞ്ഞ തവണത്തെ ഇൻ്റർവ്യൂവിനേക്കാളും ഇത്തവണത്തെ ഇൻ്റർവ്യൂവിന് ഒരു ഷോർട്ട് ടൈമിൽ മാറ്റം കൊണ്ടുവന്നത്? സർ ഞാൻ സാറിൻ്റെ അടുത്ത് വന്നിരുന്നു, സാറിന് ഓർമ്മ ഉണ്ടാവുമല്ലോ. ഞാൻ സാറിൻ്റെ അടുത്ത് വന്നിരുന്നു. അപ്പം സാറ് പറഞ്ഞ ഒരു പോയിന്റ് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തിരുന്നു. അതായത് പ്രസൻസ് ഓഫ് മൈൻഡ്. നമ്മൾ വളരെ ആ എക്സാമിനേഷൻ്റെ ആ ഇൻ്റർവ്യൂവിൻ്റെ ആ സ്ട്രെസ്സിലിരിക്കുമ്പം എത്രത്തോളം പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ടോ അത്രത്തോളം നമുക്ക് കാര്യങ്ങൾ സമാധാനമായിട്ട് പറയാൻ പറ്റും എന്നുള്ളത്. അപ്പം ആ പ്രസൻസ് ഓഫ് മൈൻഡാണ് ഞാൻ ഇത്തവണ കൊണ്ടുവരാൻ നോക്കിയത്. അതായിരുന്നു എൻ്റെ ഫസ്റ്റ് ചേഞ്ച് എന്ന് പറയുന്നത്, ആ പ്രസൻസ് ഓഫ് മൈൻഡ് കൊണ്ടുവരിക എന്നുള്ളതായിരുന്നു. രണ്ടാമത്തെ കാര്യം സമാധാനമായിട്ടിരിക്കുക എന്നുള്ളതായിരുന്നു. കാരണം സമാധാനമായിട്ടിരുന്നെങ്കിലേ ബ്രെയിൻ വർക്കാവത്തുള്ളൂ എന്ന് ഞാൻ കരുതുന്നുണ്ട്. അപ്പോൾ ഞാൻ സമാധാനമായിട്ടിരിക്കുക, ഇൻ്റർവ്യൂവിന് കയറിയിട്ട് കൂടുതലൊന്നും ചിന്തിക്കേണ്ട, സമാധാനമായിട്ടിരിക്കുക, ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നോക്കുക എന്നുള്ളതായിരുന്നു. കഴിഞ്ഞ തവണ പക്ഷെ എനിക്ക് ഈ സമാധാനം ഉണ്ടായിരുന്നില്ല. കൂടുതലും ഞാനിങ്ങനെ അതിന് ബെസ്റ്റ് ഉത്തരം പറയണം എന്നൊക്കെ കരുതിക്കൊണ്ട് ഇങ്ങനെ എന്തൊക്കെയോ പ്രഷർ എൻ്റെ തലയിലുണ്ടായിരുന്നു. പക്ഷെ ഇത്തവണ ഇല്ല, ഞാനപ്പോൾ പറയുന്ന റിയാക്ഷൻസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് എന്ന് ഇത്തവണ എനിക്ക് മനസ്സിലായി. കഴിഞ്ഞ തവണ എൻ്റെ ആൻസറിനാണ് ഇമ്പോർട്ടൻസ് എന്നൊരു തെറ്റിദ്ധാരണ എനിക്കുണ്ടായിരുന്നു. ഇത്തവണ എനിക്ക് മനസ്സിലായി ഞാൻ ആ ക്വസ്റ്റ്യനോട് എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, ഞാൻ കാമായിട്ടാണോ റിയാക്ട് ചെയ്യുന്നത്. സർ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാണ് മലയാളത്തിലെന്ന് ചോദിക്കുമ്പോൾ ഞാൻ ടെൻഷനായിട്ട് ഏറ്റവും നല്ല വരി പറയുന്നതിലും വളരെ സമാധാനമായിട്ട് എനിക്കറിയാവുന്ന എൻ്റെ ഇഷ്ടപ്പെട്ട വരി പറയുന്നതിലാണല്ലോ കാര്യം. അത് ഞാൻ മനസ്സിലാക്കിയത് ഇത്തവണയാണ്. നമ്മൾ റിപ്പീറ്റഡ് സിറ്റിംഗ് ഇരുന്നപ്പോൾ എനിക്ക് തോന്നുന്നു, ഇപ്പം എനിക്ക് ഓർമ്മ വന്നു. കാരണം ഞാൻ റിപ്പീറ്റഡ് ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് കൂളാവുക സാധനമാണ്. എനിക്ക് തോന്നുന്നത് ഭയങ്കര മാറ്റർ ചെയ്തിരിക്കുന്നത്. അതെ, സാർ എൻ്റെ അടുത്ത് എപ്പോഴും പറഞ്ഞിരുന്നല്ലോ അത്. അതായത് ഞാൻ ആദ്യത്തെ ഒരു 5 മിനിറ്റ് ചിരിക്കും, 5 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഞാൻ വേറെന്തോ ആവും. എന്താ ചോദിച്ചേ അവര് ഇന്റർവ്യൂവിന്? സർ ഞാൻ ചെന്ന് കയറിയപ്പോൾ എൻ്റെ ആദ്യത്തെ ചോദ്യം, സഞ്ജയ് വർമ്മ സാറിൻ്റെ ചോദ്യം, മലയാളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി ഏതാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ നേരത്തെ ഇതുപോലെ ഒരു കവിതയെ കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് വെച്ചിരുന്നു, പക്ഷേ മലയാളത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വരി അങ്ങനെ ചിന്തിച്ച് വെച്ചിരുന്നില്ല. അപ്പോൾ ചോദിച്ചപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞു, ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്ത് നൽകണം, ഓർമ്മിക്കണം എന്ന വാക്ക് മാത്രം. അത് ഞാൻ ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തു. What should I give to you to remember me? Just the word remember me. അപ്പോൾ ലൈക്ക് അതെ, അപ്പം അതൊരു പേസ് സെറ്റ് ചെയ്തു എന്ന് തോന്നുന്നു. അപ്പം അങ്ങനെ സാർ ഇതുപോലെ ഇത് റൊമാൻറ്റിക് കപ്പിൾസിനിടയിലാണോ അങ്ങനെ ചോദിച്ച് തുടങ്ങി. അപ്പം ആ കോൺവെർസേഷൻ അങ്ങനെ പോയി. പിന്നെ സാർ ഫുഡിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. കുക്കിംഗ് ഹോബി ആയിട്ടുള്ളത് കൊണ്ട് സാർ ഫുഡിൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. അങ്ങനെ ലൈക്ക് സാർ ഭയങ്കര സ്വീറ്റായിട്ടാണ് കൊണ്ടുപോയത്. ബാക്കി ഏരിയ കൂടുതലും കേരളത്തെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ചോദ്യങ്ങൾ വന്നിരുന്ന ഇന്റർവ്യൂവിന്? ഇല്ല സർ, എനിക്ക് ഡൈവേഴ്സ് ഏരിയാസിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വന്നിരുന്നു. കേരളത്തെ ഫോക്കസ് ചെയ്ത് വന്ന ഒറ്റ ക്വസ്റ്റ്യൻ, നമ്മുടെ MMR റേറ്റ് ഇപ്പം ഇൻക്രീസ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പം ആ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ഇലക്ട്രോണിക്സ് എന്ന് ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. എൻ്റെ അടുത്ത് പറഞ്ഞു ബാക്കിലിരിക്കുന്ന TV LED TV ആണ്, ആ TVക്കകത്ത് എന്തൊക്കെ കമ്പോണൻസ് ഉണ്ട് എന്ന് ചോദിച്ചു. അപ്പം ഞാൻ അറിയാവുന്ന ജനറിക് ആൻസർ പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു സാർ എനിക്കറിയില്ല, എനിക്ക് ഒന്നും കൂടി ബ്രഷ് അപ്പ് ചെയ്യണം. അപ്പം അത് കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു ഒരു മൊബൈലിൻ്റെ കമ്പണൻസ് എന്തൊക്കെയാണ് എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു സാർ എനിക്ക് ഇപ്പം പെട്ടെന്ന് കമ്പണൻസ് എല്ലാം ഓർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ സാർ പറഞ്ഞു ലൈക്ക് ഹി വാസ് ഓക്കെ വിത്ത് ഇറ്റ്. എനിക്ക് തോന്നുന്നു അതൊരു ഹോണസ്റ്റ് ആൻസർ ആയതുകൊണ്ടായിരിക്കും.
അതായത് ഞാൻ അവിടെ ബ്ലാബർ ചെയ്യാനൊന്നും നോക്കിയില്ല, ഞാൻ സമാധാനമായിട്ട്. അപ്പോൾ സാർ വേറൊരു ടോപ്പിക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അങ്ങനെ ഒരു സമാധാനമായിട്ടുള്ള ഇൻ്റർവ്യൂ ആയിരുന്നു അത്. സോഷ്യൽ മീഡിയ യൂസേജ് പ്രിപ്പറേഷൻ്റെ സമയത്ത് എത്രത്തോളം ഉണ്ടായിരുന്നു? ഞാൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞാൻ ആക്റ്റീവ് അല്ല. എനിക്ക് വാട്സപ്പ് ഇല്ലായിരുന്നു, ടെലഗ്രാം ഉണ്ടായിരുന്നു, പിന്നെ ഇൻസ്റ്റാഗ്രാം ഇല്ല. പിന്നെ അത്യാവശ്യം യൂസ് ചെയ്തു എന്ന് പറയാനുള്ളത് യൂട്യൂബാണ്. അതും ടൈം പീരീഡ് ഇടുമായിരുന്നു, അതായത് ഒരു ടൈം ലിമിറ്റ് ഇടുമായിരുന്നു. ഒരു 25 മിനിറ്റ് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എൻ്റെ അടുത്ത് തന്നെ എന്തിനാ ഇങ്ങനെ ഉപയോഗിക്കുന്നത് എന്ന ചോദ്യം. പ്രൊഡക്ടിവിറ്റി ടൂൾസ് ഉപയോഗിക്കായിരുന്നു? ഞാൻ എൻഗ്രോസ് എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട്. അപ്പോൾ അത് ഒരു ടൈം ആപ്പാണ്. മറ്റേ നമ്മൾ ടൈമർ ഇട്ടിട്ട് എത്ര മണിക്കൂർ നമ്മൾ ഡെയിലി പഠിച്ചു എന്നുള്ളത് അറിയും. അപ്പോൾ ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ തന്നെ ഒരു ഇത്ര മിനിറ്റ് ഉള്ള സെഷൻസ് ആയിട്ട് അത് സെറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഇടയിൽ 5 മിനിറ്റ്സ് ബ്രേക്ക് ചെയ്ത് വിടും. അപ്പോൾ ഈ ഇപ്പം 30 മിനിറ്റ്സ് ആണെങ്കിൽ അല്ലെങ്കിൽ 45 മിനിറ്റ്സ് ആണെങ്കിൽ അത് രാവിലെ ആണെങ്കിൽ ഞാൻ കൂടുതൽ സമയം സെഷനും പിന്നെ 5 മിനിറ്റ് ബ്രേക്കുമായിട്ടിടും. ഉച്ച കഴിഞ്ഞിട്ടൊക്കെ ആണെങ്കിൽ ഈ 45 മിനിറ്റ്സ് ഉള്ള സെഷൻ ഞാനൊരു 30 മിനിറ്റ് സ്റ്റഡി സെഷൻ, 5 മിനിറ്റ് ബ്രേക്ക്, അങ്ങനെ പോകും. അങ്ങനെയായിരുന്നു ഞാൻ ടൈമും ട്രാക്ക് ചെയ്യുമായിരുന്നു, എഫിഷ്യൻസിയും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമായിരുന്നു. ചെക്ക് ലിസ്റ്റ് വല്ലതും ഉണ്ടാക്കും, ഇന്ന ദിവസം ഇത്ര പഠിക്കണം, എങ്ങനെയായിരുന്നു ഒരു ഡേ ഓർഗനൈസ് ചെയ്തുകൊണ്ടിരുന്നത്? സാർ, എനിക്കൊരു കുഞ്ഞു ബുക്കുണ്ട്. അപ്പോൾ എൻ്റെ സെക്കൻഡ് അറ്റംപ്റ്റിലും ഉണ്ടായിരുന്നു, തേർഡ് അറ്റംപ്റ്റിലും ഉണ്ടായിരുന്നു. അതായത് ആ കുഞ്ഞു ബുക്കിൽ ഞാൻ എഴുതി വെക്കും എന്തൊക്കെയാണ് ഇന്ന് പഠിക്കേണ്ടത് എന്നുള്ളത്. അതിൽ ചിലപ്പം ന്യൂസ് പേപ്പർ വായിക്കുന്നതുണ്ടാവും, അതേപോലെ ചിലപ്പോൾ ചില വീഡിയോസ് കാണണം എന്നുള്ളതുണ്ടാവും. ചില പോർഷൻസ് ഞാനിങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതിയിട്ടേക്കും, ടോപ്പിക് 1, ടോപ്പിക് 2, ടോപ്പിക് 3. അപ്പോൾ തീരുന്നതെല്ലാം ടിക്ക് ചെയ്തിടും. തീരാത്തത് എപ്പോഴും ഒരാഴ്ചയിൽ ഒരു ദിവസം ഞാൻ ബഫറായിട്ട് ഇടും, ഒരു ദിവസം പകുതി ദിവസം. അപ്പോൾ ഈ തീരാത്ത എല്ലാം ഈ പകുതി ദിവസത്തെ ബഫറിൽ പോയി മാക്സിമം ഓടിച്ച് തീർക്കാൻ നോക്കും. അപ്പം ഇങ്ങനൊരു സാധനം എഴുതിയിരുന്നത് കൊണ്ട് റിവിഷൻ എളുപ്പമായിരുന്നു. എന്തൊക്കെ പഠിച്ചു, എന്തൊക്കെ പഠിച്ചില്ല എന്നുള്ളത് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്ത് പോകാൻ എനിക്ക് പറ്റുമായിരുന്നു. അപ്പോൾ ഞാൻ അതിലായിരുന്നു പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇപ്പം പ്രിലിംസിൻ്റെ ടെസ്റ്റ് സീരീസ് എല്ലാം കഴിയുമ്പം കുറേ സമയം ബാക്കി ഉണ്ടാവുമല്ലോ. ആ സമയത്താണ് മിക്കവാറും എല്ലാവരും ട്രാക്കിൽ നിന്ന് പുറത്തു പോകുന്നത്. മറ്റേ ഈ CID മൂസയിലാന്ന് തോന്നുന്നു, മറ്റേ ഒരു സീനില്ലേ, എൻ്റെ മിക്സി, എൻ്റെ TV, എൻ്റെ ഫ്രിഡ്ജ്, ആ ഒരു അവസ്ഥയിലേക്ക് എല്ലാവരും എത്തും. അപ്പം അതിന് പകരം അത് വരരുത് എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ പ്ലാൻഡ് ആയിരുന്നു, അതായത് റിവിഷൻ പ്ലാൻ ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ ആ റിവിഷൻ പ്ലാനിലേക്ക് ഞാൻ സ്റ്റിക്ക് ഓൺ ചെയ്യുമായിരുന്നു. ഇപ്പം 5 ദിവസം പൊളിറ്റി അല്ലെങ്കിൽ 7 ദിവസം പൊളിറ്റി, അങ്ങനെ ഒരു പ്ലാനിൽ അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ ബുക്ക് പോയാൽ ഒന്നുമില്ല. എപ്പോൾ എണീക്കും, എപ്പോൾ കിടക്കും? ഒരു നൈറ്റ് പേഴ്സൺ ആണോ അതോ മോർണിംഗ് പേഴ്സൺ ആണോ? സാർ, ഞാൻ വളരെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരാളാണ്. സാർ എൻ്റെ അടുത്ത് പറയുകയാണെങ്കിൽ ഇന്ന് നൈറ്റ് മൊത്തം ഇരിക്കണം, ഇരിക്കും, നാളെ നേരത്തെ എണീക്കണം, അതും എന്നെ കൊണ്ട് പറ്റും. പക്ഷേ 6.5 മണിക്കൂറിൻ്റെ 6.5 ഹവേഴ്സിൻ്റെ സ്ലീപ്പ് ഭയങ്കര നിർബന്ധമായിട്ട് ഞാൻ ഫോളോ ചെയ്തിരുന്നു. അത് ഏത് സമയത്തെങ്കിലും ആ 6.5 ഹവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് 6.5 ഹവേഴ്സ് ഞാൻ ഉറങ്ങും. അതായത് ഇപ്പോൾ 12 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ ഞാൻ പിന്നെ ഒരു 6:30 എണീക്കും. 2 മണിക്കാണ് കിടക്കുന്നതെങ്കിൽ അതിനനുസരിച്ച് 8:30 എണീക്കും. അങ്ങനെയായിരുന്നു 6.5 ഹവേഴ്സ് സ്ലീപ്പ്. അതായിരുന്നു എൻ്റെ ഒരു പ്ലാൻ. പഠിച്ച് മടുക്കുമ്പോൾ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? ബ്രേക്ക് എടുക്കും, കുറച്ചു നേരം നടക്കും, പിന്നെ നല്ല ഫുഡ് കഴിക്കും, പിന്നെ കടൽ കാണാൻ പോകും. ഇത്ര ഉണ്ടായിരുന്നു. ഉണ്ടാക്കാനുള്ള സാഹചര്യം വളരെ കുറവായിരുന്നു ഇവിടെ, തിരുവനന്തപുരത്തായിരുന്നത് കൊണ്ട്. പക്ഷെ പുറത്തു പോയി കഴിക്കൽ നന്നായിട്ടുണ്ടായിരുന്നു. പുറത്ത് കുറേ സ്ഥലങ്ങളിൽ പോയി ഫുഡ് കഴിക്കുമായിരുന്നു. വലിയ ചിലവില്ലാതെ നല്ല ഫുഡ് കിട്ടുന്ന ഓപ്ഷൻസ് ഒക്കെ കഴിക്കുമായിരുന്നു. നമുക്ക് ഈ സക്സസിനെ ഒന്ന് ഇൻട്രോസ്പെക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും ചോദിക്കുന്നൊരു ചോദ്യം തന്നെ, നമുക്ക് പ്രിപ്പറേഷൻ്റെ ഒരു സമയത്ത് ഇട്ട ഒരു എഫേർട്ടിന് അപ്പുറത്തേക്ക് നമ്മൾ ചിലപ്പോൾ സ്കൂൾ തൊട്ടേ ചെയ്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ഹാബിറ്റ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് ഈ വലിയ സക്സസ്സിലേക്ക് എത്താൻ വേണ്ടി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു ഫണ്ടമെൻ്റൽ കാര്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാകും പല രീതിയിൽ. അപ്പം സ്വാതിയുടെ കാര്യം എടുത്താൽ സ്വാതി ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ സ്കൂളിലോ കോളേജിലൊക്കെ ചെയ്ത എന്തെല്ലാം കാര്യങ്ങളായിരിക്കും ഈ സക്സസ്സിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടാവുക? സർ, എനിക്ക് തോന്നുന്നു ഞാനൊരു 7th പഠിക്കുന്നത് വരെ എല്ലാ സാധനവും ഇങ്ങനെ മഗ്ഗപ്പ് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളായിരുന്നു. അതായത് എങ്ങനെയെങ്കിലും മാർക്ക് വാങ്ങണം, മറ്റേ കാണാതെ പഠിക്കുക, ഒരു വരി കാണാതെ പഠിക്കുക, അതിൻ്റെ അടുത്ത വരിയും പിന്നെയും കാണാതെ പഠിക്കുക, അങ്ങനെ കാണാതെ പഠിച്ച് മെമ്മറി മാത്രമായിട്ട് ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. പക്ഷെ ഒരു 7th ആയ സമയത്ത് അന്ന് ഇതുപോലെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു. പുള്ളിക്കാരത്തി ഇതുപോലെ പറഞ്ഞു, നമ്മൾ പഠിക്കുന്ന എന്ത് കാര്യവും മനസ്സിലാക്കി പഠിക്കണം. നമ്മൾ മനസ്സിലാക്കി പഠിച്ചില്ലെങ്കിൽ മറന്നു പോകും. മനസ്സിലാക്കി പഠിച്ചാൽ നമുക്കത് വേറെ ലാംഗ്വേജിലാണെങ്കിലും എങ്ങനെയെങ്കിലും എഴുതി വെക്കാൻ പറ്റും എന്ന് പറഞ്ഞു. അപ്പം അത്രയും നാളും കാണാതെ പഠിച്ചുകൊണ്ടിരുന്ന ഞാൻ അന്ന് ഒരു ഫോട്ടോസിന്തസിസിൻ്റെ ക്ലാസ് എനിക്ക് ഓർമ്മയുണ്ട്. ആ ഫോട്ടോസിന്തസിസിൻ്റെ ക്ലാസ് അങ്ങനെ അല്ലായിരുന്നെങ്കിൽ ഞാനത് കാണാതെ ആദ്യത്തെ വരി മുതൽ അവസാനത്തെ വരി വരെ ഞാൻ പഠിച്ചേനെ. സെൻറ്റ് ആൻ്റണീസ് എന്ന് പറയുന്ന സ്കൂളിൽ ഞാൻ പഠിച്ചു എന്ന് പറഞ്ഞില്ലേ, അപ്പോഴായിരുന്നു ഇത്. അപ്പോൾ ഈ ഫോട്ടോസിന്തസിസ് മാത്രം അന്നത്തെ ആദ്യത്തെ സാധനമാണ് ഞാൻ മനസ്സിലാക്കി പഠിക്കുന്നൊരു സാധനം.
അതായത് നേരത്തെ ഞാൻ പഠിക്കുന്ന എല്ലാ സാധനവും ഞാൻ കുറച്ച് നേരം കാണാതെ പഠിച്ച് കഴിഞ്ഞിട്ട് ഇച്ചിരി കഴിയുമ്പോൾ മറന്നു പോകും. അപ്പോൾ ഞാൻ പിന്നെയും വായിക്കും, അങ്ങനെയായിരുന്നു. പക്ഷേ ഈ സാധനം ഞാൻ മറക്കുന്നില്ല. ഫോട്ടോസിന്തസിസ് പഠിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെയാണ് ഞാൻ മറക്കുന്നേ ഇല്ല. അപ്പം അത് എനിക്ക് ഭയങ്കര വലിയൊരു റിയലൈസേഷൻ ആയിരുന്നു. അതായത് ഇങ്ങനെ പഠിക്കണ്ടേ, അപ്പോൾ ഞാൻ മറക്കില്ല എന്നുള്ളത്. അപ്പം പഠിക്കുന്ന രീതി ഷിഫ്റ്റ് ചെയ്തത് അവിടുന്നായിരുന്നു. ഒരു 7th ആ സമയത്തായിരുന്നു. അത് അന്ന് പഠിപ്പിച്ചിരുന്ന ടീച്ചറിൻ്റെ പേര് അജലി എന്നാണ് കേട്ടോ. അജലി ടീച്ചറായിരുന്നു ഇത് പറഞ്ഞു തന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്ത ഒരു പരിപാടി ആൻസർ എല്ലാം എഴുതി പഠിക്കാൻ തുടങ്ങുന്നതായിരുന്നു. ഇത് എനിക്ക് പറഞ്ഞു തന്നത് അമ്മയാണ്. അപ്പം എന്ത് പഠിച്ചാലും എഴുതി പഠിച്ചാൽ മറ്റേ നിലത്തെഴുതുമ്പം മനസ്സിലുറയ്ക്കും, കൈയും കൊണ്ട് നിലത്തെഴുതുമ്പം മനസ്സിലുറയ്ക്കും എന്ന് പറയത്തില്ലേ, അതേ ലോജിക്ക് അമ്മ പറഞ്ഞത്. അപ്പം എഴുതി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടും എന്ന്. അപ്പോൾ ഞാൻ ആ സമയം മുതൽ ഇപ്പോൾ ക്ലാസ്സിൽ ആരെങ്കിലും എന്തെങ്കിലും പഠിപ്പിക്കുവാണെങ്കിൽ ഞാൻ നോട്ട് എഴുതും. അതേപോലെ തിരിച്ച് വീട്ടിൽ വന്നു കഴിയുമ്പം പഠിക്കുമ്പം ഞാൻ എഴുതി പഠിക്കും. അപ്പം അതുകൊണ്ട് നോട്ട്സ് എഴുതാൻ ഭയങ്കര സ്പീഡിൽ എഴുതാൻ പറ്റും എനിക്ക്. എത്ര സ്പീഡിലും സാർ എത്ര സ്പീഡിൽ പറഞ്ഞാലും എനിക്ക് പെട്ടെന്ന് എഴുതിയെടുക്കാൻ പറ്റും. അപ്പം ആ ഹാൻഡ് സ്പീഡ് എനിക്ക് കിട്ടി. ആ ഹാൻഡ് സ്പീഡ് എന്നെ മെയിൻസിനെ ഹെൽപ്പ് ചെയ്തു. മെയിൻസിന് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം ആ സമയത്തിൻ്റെ അകത്ത് എങ്ങനെയും എഴുതി തീർക്കാൻ പറ്റുക എന്നുള്ള ഹാൻഡ് സ്പീഡ് അവിടെ നിന്നാണ് കിട്ടിയത്. സോ സ്കൂളിൽ നിന്നുള്ള ഈ 2 കാര്യങ്ങളായിരിക്കും എന്നെ ഹെൽപ്പ് ചെയ്തത്. ഒരു വലിയ കാര്യമായിരിക്കും, എസ്പെഷ്യലി സ്പീഡിൻ്റെ കാര്യം. ഒരുപാട് കുട്ടികൾക്ക് വളരെ ബെനഫിഷ്യലായിട്ട് വരുന്ന ഒരു അഡ്വാൻറ്റേജ് ആണ് ഈ പറയുന്ന സ്പീഡിൽ എഴുതാൻ വേണ്ടി പറ്റുന്നത്. അത് കുട്ടിക്കാലത്ത് തന്നെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടാവാം അങ്ങനെ എത്താനും വേണ്ടി പറ്റിയിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഇതിനകത്ത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നമ്മളൊന്ന് മടുക്കുമ്പോൾ നമ്മളെ ഒന്ന് ഓക്കെ കുഴപ്പമില്ല മോളെ മുന്നോട്ട് പോകുമെന്ന് പറയുന്നത്. എന്തായിരുന്നു സ്വാതിയുടെ ഒരു സപ്പോർട്ട് സിസ്റ്റം? സർ, എനിക്ക് വളരെ വളരെ ലോയലായിട്ടുള്ള 1-2 വളരെ ക്ലോസ് ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ ഞാൻ എപ്പോൾ ലോ ആയിക്കഴിഞ്ഞാലും ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കും. അപ്പോൾ അവർ തരുന്ന ഒരു മോറൽ ബൂസ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. അതായത് നിന്നെക്കൊണ്ട് പറ്റും, ഞങ്ങളുടെ കൂടെ പഠിച്ചിരുന്നതാ, നീ എത്ര പഠിക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം, നിനക്ക് എത്ര ഇത് വേണം എന്നുള്ളതും ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്നുള്ള ഒരു കാര്യം എനിക്ക് തരുമായിരുന്നു. അതേപോലെ എല്ലാ കാര്യത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് കുറേ പേര്. അപ്പോൾ എൻ്റെ ഫാമിലി അതെ, ഇപ്പം അച്ഛനാണേലും അമ്മയാണേലും അനിയനാണേലും ഞാൻ ഇങ്ങനെ എൻ്റെ ഇമോഷൻസ് അവരിലേക്ക് കൺവേ ചെയ്യാൻ ശ്രമിക്കും. ഞാനിങ്ങനെ പറയാണ്ടിരിക്കില്ല, ഞാനിങ്ങനെ പറയും ഞാൻ ഇമോഷണലി കുറച്ച് വീക്കാണ്. അപ്പോൾ അവരതിനനുസരിച്ച് നിന്നിരുന്നു എല്ലാ സമയത്തും. അതായത് ഞാൻ അവരുടെ ഇമോഷനെ കുറിച്ച് കൺസേൺഡ് ആയത് കൂടുതൽ ഞാൻ ഇതുപോലെ എൻ്റെ ഇമോഷൻ ഇങ്ങനെയാണ്, പറയല്ലേ ഇങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുഴപ്പമില്ല, സാരമില്ല. എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മയുടെ അടുത്തൊക്കെ ഞാൻ പല സാഹചര്യങ്ങളിലും ഞാനിങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഓപ്പണായിട്ട് അമ്മേൻ്റെ അടുത്ത്, അമ്മ എനിക്കിപ്പോൾ ഈ ഒരു കോൺവെർസേഷന് താല്പര്യമില്ല, ഞാൻ ഇമോഷണലി നന്നായിട്ടിരിക്കുമല്ല. അപ്പോൾ അമ്മയാണെങ്കിൽ ആ കോൺവെർസേഷൻ അവിടെ നിർത്തും. ഓക്കെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവിടെ നിർത്തും. അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അപ്പോൾ ആ സപ്പോർട്ട് സിസ്റ്റം ഭയങ്കര വലിയ കാര്യമായിരുന്നു സർ. ഇപ്പോൾ ആരും ഇല്ലാത്ത സമയത്ത് ആരും ഇല്ലാത്തവന് ദൈവം തുണ എന്ന് പറയില്ലേ, ആ എൻ്റെ കാര്യത്തിൽ പല ആൾക്കാരായിരുന്നു ഇങ്ങനെ ദൈവങ്ങളായി വന്നുകൊണ്ടിരുന്നത്. റിസൾട്ട് വന്നപ്പം ഇവരുടെ റിയാക്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഹൗ വാസ് ദി ഡേ? സർ, കഴിഞ്ഞ തവണ റിസൾട്ട് വന്നപ്പോഴായിരുന്നു എന്നെ വിളിച്ച ഈ പറഞ്ഞ എൻ്റെ കൂടെ നിന്ന എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് 2-3 പേര്, അതേപോലെ എൻ്റെ അച്ഛനമ്മ. ഞാൻ വീട്ടിലായിരുന്നു കഴിഞ്ഞ തവണ. അപ്പോൾ വീട്ടിൽ എല്ലാവരും കരഞ്ഞു, അച്ഛനും അമ്മയും അനിയനും ഞാനും എല്ലാവരും കരഞ്ഞു. അതേപോലെ എന്നെ വിളിച്ച എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ് എല്ലാവരും കരഞ്ഞു. ആ ഒരു സന്തോഷം കൊണ്ടുള്ള കണ്ണീരാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇവിടെ തിരുവനന്തപുരത്തുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ഇതുപോലെ വിളിച്ചിട്ട് കുറച്ച് നേരം ഞാൻ ഇതുപോലെ റിസൾട്ട് വന്ന കാര്യം പറഞ്ഞിട്ട് കുറേ നേരം മിണ്ടിയില്ല, കരയുമായിരുന്നു എല്ലാവരും. അപ്പോൾ അത്രയും സന്തോഷം കൊണ്ട് എല്ലാവരും ഓവർവെൽഡ് ആയിരുന്നു. അതുപോലെ തന്നെ ഒരു നാടിൻ്റെ വിജയം കൂടെയാണ് അതല്ലേ, അപ്പം അതിൻ്റെ ഒരു സ്വീകരണങ്ങളും കാര്യങ്ങളൊക്കെ നടക്കുകയും ചെയ്യുന്നുണ്ടാവും. അതെ സാർ. അതോടൊപ്പം തന്നെ വേറൊരു കാര്യം, ഇപ്പം നമ്മൾ പ്രിലിംസ് അടുത്ത് വരാൻ പോവാണല്ലോ. അപ്പം സ്വാതി 2 തവണ പ്രിലിംസ് നല്ല മാർക്കിൽ വിജയിച്ച ഒരാളും കൂടെയാണ്. അപ്പം ഇനി നമുക്ക് ഹാർഡ്ലി കുറച്ചൊരു ടൈമേ ഉള്ളൂ. അപ്പം പ്രിലിംസ് അടുക്കുന്ന സമയങ്ങളിൽ, അതായത് ഒരു 2 വീക്സ് ഓർ 3 വീക്സ്, ആ ഒരു ടൈമിൽ എന്താണ് ഒരു സ്റ്റുഡൻറ്റ് ആക്ച്വലി ചെയ്യേണ്ടത്? പ്രയോറിറ്റൈസ് ചെയ്യുക, സബ്ജക്ട്സ് എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യുക. അതായത് നമ്മൾ ചില സബ്ജക്ട്സിന് കൊടുക്കേണ്ട ഒരു പ്രയോറിറ്റി നമ്മൾ കൊടുക്കാറില്ല. എനിക്ക് നോർമലി അത് തോന്നിയിട്ടുള്ളത് ഇന്ത്യൻ ജോഗ്രഫിയുടെ കാര്യത്തിലും ആർട്ട് ആൻഡ് കൾച്ചർ പോലത്തെ സബ്ജക്ട്സിൻ്റെ കാര്യത്തിലും നമ്മൾ അതിൽ കുറച്ചൊരു എഫേർട്ട് ഇട്ട് ഒന്ന് റിവൈസ് ചെയ്താൽ ചില ബുക്സിൻ്റെ പേര് നോർമലി ഇത് റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനത്തെ ടോപ്പിക്സ് മാത്രം എടുത്ത് ഒന്ന് റിവൈസ് ചെയ്യാം. അതേപോലെ ചില സബ്ജക്ട്സിൽ ചില ഏരിയാസ് ഉണ്ട്, ആ ഏരിയാസിൽ നിന്ന് എല്ലാ തവണയും ക്വസ്റ്റ്യൻ ഉണ്ടാവും.
അപ്പം സബ്ജക്ട്സ് പ്രയോറിറ്റൈസ് ചെയ്യുക, അതുപോലെ തന്നെ ടോപ്പിക്സ് എല്ലാം പ്രയോറിറ്റൈസ് ചെയ്യുക. ടോപ്പിക്സ് പ്രയോറിറ്റൈസ് ചെയ്ത് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ കിട്ടും. ഞാനൊരു എക്സാമ്പിൾ പറയാം. മറ്റേ മോഡേൺ ഇന്ത്യയിലെ മറ്റേ ആക്ട്സ് ഇല്ലേ, 1909 ആക്ട്, 1919 ആക്ട്, ഈ ആക്ടിൽ നിന്ന് എല്ലാ തവണയും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവും. അത് പ്രയോറിറ്റൈസ് ചെയ്ത് ഒരു 2 ആഴ്ചയ്ക്കുള്ളിൽ വായിക്കുന്നവർ പെട്ടെന്ന് അത് ഓർത്ത് വയ്ക്കും. അത് മറന്നു പോകുന്നതാണല്ലോ. അപ്പം അങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യുക എന്നുള്ളതാണ്. അടുത്ത ചോദ്യം, ഈ സിവിൽ സർവീസിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി കുട്ടികളുണ്ട്. അപ്പോൾ അവരൊരു വലിയൊരു ജേർണിക്ക് തയ്യാറെടുക്കുകയായിരിക്കും. അപ്പോൾ നമ്മളൊരു ജേർണി എല്ലാം കഴിഞ്ഞൊരു ഡെസ്റ്റിനേഷനിൽ എത്തി നിൽക്കുകയാണ്. അപ്പം സ്വാതിയുടെ ജേർണിയിൽ നിന്ന് ഈ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ ഇപ്പോൾ ഉള്ള സാഹചര്യമോ നിങ്ങളിപ്പോൾ ഉള്ള സോഷ്യൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഇതെല്ലാം തരണം ചെയ്ത് നിങ്ങളെ കൊണ്ട് മുന്നോട്ട് വരാൻ പറ്റും. അതായത് ഒരു കാര്യവും നിങ്ങളെ പിന്നിലേക്ക് വലിക്കരുത് എന്നുള്ളതാണ്. അതിൻ്റെ എല്ലാം പുറത്ത് ഈ എക്സാമിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾ എവിടെ ആയിക്കോട്ടെ, ഈ എക്സാം ഒരു ഈക്വലൈസിങ് പ്ലാറ്റ്ഫോമാണ്. ഏത് കണ്ടീഷനിലാണെങ്കിലും എവിടെയാണെങ്കിലും, ഗ്രാമത്തിലായിക്കോട്ടെ, നിങ്ങളൊരു നഗരത്തിലായിക്കോട്ടെ, മെട്രോപൊളിറ്റൻ സിറ്റിയിലായിക്കോട്ടെ, ഈ എല്ലാവരെയും ഈക്വലൈസ് ചെയ്യാൻ ഈ എക്സാമിന് പറ്റും. അപ്പോൾ അങ്ങനെ ഈക്വലൈസിങ് പവറുള്ളൊരു പരീക്ഷയാണിത്. അപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആരും ബോധേഡാവണ്ട എന്നുള്ളതാണ്. എവിടെ പഠിച്ചു, വീട്ടിൽ ഏത് സാഹചര്യത്തിൽ നിന്ന് വരുന്നു എന്നുള്ളതിലൊന്നും കാര്യമില്ല. നിങ്ങളിപ്പം എത്ര ബുദ്ധിമുട്ടിൽ നിൽക്കുന്നു എന്നുള്ളതിലൊന്നും കാര്യമില്ല. അതൊക്കെ ഒരു മോട്ടിവേഷൻ ഫാക്ടറായിട്ട് എടുക്കുക. ഒരു ഈക്വലൈസിങ് പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങൾ പോകാൻ പോകുന്നത്. ഉറപ്പായിട്ടും എല്ലാവരെക്കാട്ടിലും മുന്നിൽ വരാൻ പറ്റും. എനിക്ക് തോന്നുന്നു സ്വാതി അത് പ്രിപ്പറേഷനിലൂടെ തന്നെ, വിജയത്തിലൂടെ തന്നെ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ്. വളരെ ഹമ്പിളായിട്ടുള്ള ഒരു കോണ്ടെക്സ്റ്റിൽ നിന്ന് ഡിറ്റർമിനേഷൻ കൊണ്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നു ഈ വിജയത്തിലേക്ക് എത്തിയത്. എനിക്ക് തോന്നുന്നു കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ജസ്റ്റ് ഒരു ചോദ്യം കൂടെ ക്യൂരിയസ് ആയതുകൊണ്ടാണ്. ഈ വിജയത്തിൽ നിർണായകമായ ഘടകങ്ങൾ അടയാളപ്പെടുത്തുമ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം. അതിൽ ഏറ്റവും അധികമായിട്ട് സ്വാതിക്ക് തോന്നിയിട്ടുള്ള കാര്യം ഏതാണെന്ന് പറഞ്ഞാൽ നല്ലതായിരിക്കും. ഒന്ന് സ്ട്രാറ്റജി, ഹാർഡ് വർക്ക്, മൂന്നാമത്തത് ഡിറ്റർമിനേഷൻ, നാലാമത്തത് മൈൻഡ് സെറ്റ്, അഞ്ചാമത്തത് സപ്പോർട്ട്, ആറാമത്തത് ലക്ക്. ഈ 6 ഫാക്ടേഴ്സിൽ സ്വാതിക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ഈ വിജയത്തിന് നിർണായകമായെന്ന് തോന്നുന്ന ഒരു കാര്യം? സർ, ഈ 6ഉം ഈക്വലി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ കരുതുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ അടുത്ത് ചോദിക്കുവാണെങ്കിൽ ഞാൻ ഡിറ്റർമിനേഷൻ എന്ന് പറയും. ഞാൻ എന്ത് സംഭവിച്ചാലും ഞാനിതേ ചെയ്യുള്ളായിരുന്നു. അപ്പോൾ ആ ഡിറ്റർമിനേഷൻ ആയിരിക്കും. അതെ, ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് വരുമ്പോഴാണ് ഒരു വിജയം സാധ്യമാവുന്നത്. എനിക്ക് തോന്നുന്നു ഡിറ്റർമിനേഷൻ്റെ ഒരു വലിയ ശക്തി സ്വാതിക്ക് ഉണ്ടായിരുന്നു. വളരെ ഹമ്പിളായിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നിട്ട് പോലും ആ ഡിറ്റർമിനേഷൻ കൊണ്ട് വലിയ നേട്ടം, IAS പോലെ ഒരു നേട്ടം സ്വാതി എത്തിപ്പിടിച്ചിരിക്കുകയാണ്. ഒത്തിരി സന്തോഷമുള്ളൊരു വിജയം. ഒരു ഓഫീസർ ആവുക എന്നതിനപ്പുറത്തേക്ക് ഒരു നല്ല ഓഫീസർ ആവാനും കൂടെ സ്വാതിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. Lead IAS, #1 IAS Academy in Kerala.